നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ പിന്മാറിയില്ലെങ്കിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു എതിരാളിയേ അല്ല. എങ്കിലും ഇറാൻ ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കിയാൽ, അതല്ലെങ്കിൽ ഗൾഫിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അമേരിക്ക ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അമേരിക്ക മധ്യപൂർവേഷ്യയിൽ അവരുടെ എല്ലാ സൈനിക താവളങ്ങളുടെയും ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ലോകത്തെ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ തന്നെ അമേരിക്ക നിരവധി സൈനിക താവളങ്ങളാണുള്ളത്. സൗദി അറേബ്യ, കുവൈറ്റ്, തുർക്കി, സൈപ്രസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ, ഗൾഫിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇവയിൽ ആയിരക്കണക്കിന് സൈനികരാണ് എന്തിനും തയ്യാറായി അവിടെ ഉള്ളത്. കൂടാതെ ഈ സൈനിക താവളങ്ങളെല്ലാം തന്നെ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മറ്റെല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇറാനെതിരെ ആക്രമണം അമേരിക്ക ആരംഭിച്ചാൽ നിമിഷങ്ങൾക്കകം ഇറാന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇക്കാര്യത്തിന് മധ്യസ്ഥതയ്ക്ക് ഇല്ല അമേരിക്ക എന്നാണ്. ഇതിന് മധ്യസ്ഥത വഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഭീഷണിയാണ് ഒരുപക്ഷെ ട്രംപിനെ ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ നൽകുന്ന സഹായം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ തന്നെ സൈനിക താവളങ്ങൾ, അതായത് ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അമേരിക്ക ആക്രമിക്കുക എന്നുള്ളത്. കാരണം അത്രയും സംവിധാനങ്ങളാണ് അമേരിക്കയുടെ സൈന്യത്തിൻ്റെ വകയായി ഓരോ രാജ്യങ്ങളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമണം ആരംഭിച്ചാൽ ഇറാൻ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്നും നന്നായിട്ട് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. മാത്രവുമല്ല, ഇറാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു നീക്കം നടത്തിയിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ, അതായത് സൗദി അറേബ്യയും തുർക്കിയും ഒക്കെ ഉൾപ്പെടെ രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക് സൈന്യം രൂപീകരിക്കുക, എന്നിട്ട് ഇസ്രായേലിനെ നേരിടുക അല്ലെങ്കിൽ അമേരിക്ക നേരിടുക എന്നുള്ള ഒരു ലക്ഷ്യം. പക്ഷേ അതൊന്നും തന്നെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഭൂരിഭാഗവും അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള, അമേരിക്കയുടെ സുരക്ഷയെ കഴിയുന്ന രാജ്യങ്ങളാണ്. അമേരിക്കൻ സൈന്യമാണ് അവരുടെ പ്രധാനമായും സുരക്ഷ സംരക്ഷിക്കുന്നത്. അങ്ങനെയുള്ള അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഒരിക്കലും ഒരു നീക്കം നടത്താൻ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല. വിയറ്റ്നാമിലെ പ്രമുഖ തുറമുഖമായ ഡാ നാങ്ങിൽ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ USS നിമിറ്റ്സ് എത്തിയിട്ടുണ്ട്. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെയും ഈ കപ്പൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിൽ നിരവധി അമേരിക്കൻ പടക്കപ്പലുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ അയച്ച സമയത്ത് ആ മിസൈലുകളെ തകർത്ത് തരിപ്പണമാക്കി കടലിൽ തള്ളിയതെല്ലാം തന്നെ അമേരിക്കൻ പടക്കപ്പലുകളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക പരസ്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ പോലും എല്ലാവിധ പ്രതിരോധ സഹായങ്ങളും അവർ നൽകുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ മികച്ച പ്രതിരോധ പങ്കാളിയാണ് അമേരിക്ക. അമേരിക്ക നൽകിയ പ്രത്യേകതരം മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇറാനിലേക്ക് പ്രിസിഷൻ അറ്റാക്ക് നടത്തിയത് എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു. ഹെൽ ഫയർ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള 300ഓളം മിസൈലുകളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നത്. ഈ മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇപ്പോൾ 46,000ഓളം അമേരിക്കൻ സൈനികരുണ്ട് എന്നാണ് കണക്ക്. ഇവർ താമസിക്കുന്ന ഓരോ താവളത്തിലും നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഇറാനും അക്കാര്യം വ്യക്തമായിട്ട് അറിയാം. ഏറ്റുമുട്ടാൻ പോയാൽ പിന്നെ ഇറാൻ എന്ന രാജ്യം തന്നെ കാണുകയില്ല എന്ന്. ഒരുപക്ഷെ അവസാന നിമിഷം വരെ വെല്ലുവിളിച്ച് എന്തെങ്കിലും ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമെന്ന് വേണം കരുതാൻ. കാരണം ഇറാനും അപകടം മനസ്സിലായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വെല്ലുവിളിയായി മുന്നോട്ട് പോയാൽ പിന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നും, അമേരിക്കയും ഇസ്രായേലും പോലുള്ള രണ്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികൾ തങ്ങൾക്ക് നേരെ വന്നാൽ പിന്നെ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ അന്ത്യത്തിലേക്ക് എത്തിക്കും എന്നവർക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും അമേരിക്ക രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, അവരുടെ സർവ്വസന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.